ഈ സമ്മേളനം ഉദ്ഘാടകനായ അഡ്വക്കേറ്റ് സലാം ഓൺ ദ വേയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഒരു വിശദീകരണ പ്രസംഗത്തിനായിട്ട് മണ്ഡല മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷെരീഫ് കുറ്റൂരിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗിന്റെ വേങ്ങര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞാലൻകുട്ടി സാഹിബ്, തങ്ങളുടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, ഈ മഹാസമ്മേളനത്തിന് സാന്നിധ്യമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കുകയും പരിപാടി വീക്ഷിക്കുകയും ചെയ്യുന്ന ഇതര മതസ്ഥരായ സഹോദര സമുദായ അംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട KM ഷാജി സാഹിബ് വൈകാതെ തന്നെ നമ്മുടെ വേദിയിൽ വരികയും നിങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം സാഹിബും ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. മുസ്ലിം ലീഗിനെ വേങ്ങരക്കാർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി സംസാരിക്കപ്പെടേണ്ടതില്ല. വേങ്ങരയുടെ വളർച്ചയോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഒരു സജീവ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. ഈ നാട്ടിന്റെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയും ആ കാലഘട്ടത്തിലൊക്കെ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് മുസ്ലിം ലീഗാണ്. അതറിയാവുന്നവരാണ് ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും. മാറിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് സൗകര്യങ്ങൾ ഒരുപാടുള്ള, നമ്മുടെ ടെക്നോളജി എല്ലാ ദിവസവും വിപുലമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ പുതിയ തലമുറയോട് ആരും ആഹ്വാനം ചെയ്യേണ്ടതില്ല. അവരെ ആരും പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുപോയി കൊണ്ടു നിർത്തേണ്ട സാഹചര്യവുമില്ല. സ്വയം അവരാ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറക്ക് അതാത് സന്ദർഭത്തിലുള്ള ലോകത്തെ വിലയിരുത്തുവാനും വീക്ഷിക്കുവാനുമുള്ള സൗകര്യമുണ്ട്. 1-2 കൊല്ലം മുമ്പ് ഇന്റർനെറ്റ് കഫകളിൽ പോയി രാജ്യത്തിന്റെ വർത്തമാനങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വന്നിരുന്നു നമുക്ക്. ഇന്ന് ലോകത്തിന്റെ വർത്തമാനങ്ങൾ കൈയിന്റെ വിരൽ സ്പർശം കൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ വന്നു വീഴുന്ന വിധം ടെക്നോളജിയുടെ വികാസം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലൊരു രാഷ്ട്രീയ സംവിധാനമാണ് മുസ്ലിം ലീഗ്. 65 കൊല്ലമായി മുസ്ലിം ലീഗ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിലെ രാജാജി ഹാളിൽ നിന്ന് മുസ്ലിം ലീഗിന് ബീജാഭാവം നൽകിയ നിമിഷം തൊട്ട് വേങ്ങരയിലും ലീഗിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ശക്തിയോടുകൂടി തുടക്കം കുറിക്കാൻ നമ്മുടെ പൂർവികന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അവരുണ്ടാക്കിയെടുത്തതാണ് വേങ്ങരയിലെ ഈ കൊടിയടയാളം. അവരൊരിക്കലും മുസ്ലിം ലീഗിനെ, ഈ നാട്ടിലെ ജനങ്ങൾ, ഒരു തലമുറ ഇവിടെ കഴിഞ്ഞുപോയി. ആ തലമുറയുടെ പേരക്കുട്ടികളോ മക്കളോ ആണ് ഇവിടെയുള്ള ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ആൾ. അവരാരും മുസ്ലിം ലീഗിനെ അപഹസിക്കപ്പെടുകയോ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ലീഗിനെ നെഞ്ചേറ്റ് സ്വീകരിച്ച യൗവനമാണ് ഇവിടെയുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്
ഇവിടെ പുതിയ ചില സംഘടനകൾ ഉടലെടുത്തിരിക്കുന്നു. അവരാൾക്കാർക്ക് കേൾക്കാൻ രസമുള്ള മുദ്രാവാക്യങ്ങൾ മുടക്കാനാണ് താൽപര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ല എന്ത് നേടിയെന്ന ചോദ്യമാണ് മലപ്പുറത്ത് ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് മലപ്പുറത്ത് ഇലക്ട്രിക് പോസ്റ്റുകളിൽ കൊണ്ടുപോയി ഒട്ടിക്കാം. പക്ഷെ ഒരു കാര്യം, അങ്ങനെ ഒരു സംഘടന, ഞാൻ ആ സംഘടനയുടെ പിൻ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ജില്ലയിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന്. ജില്ല മുഴുക്ക ഒരു നിമിഷം സഞ്ചരിച്ചാൽ മനസ്സിലാകുന്ന വിധം മലപ്പുറം ജില്ലയിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് സീറോവിൽ നിന്നൊരു വലിയ പൂജ്യത്തിൽ നിന്നാണ് മലപ്പുറം ജില്ലയുടെ തുടക്കം. മലപ്പുറം ജില്ല തുടങ്ങുന്നത് വലിയൊരു പൂജ്യത്തിൽ നിന്നാണ്. എങ്ങനെയാണ് ഇന്ന് കാണുന്ന മലപ്പുറം ഉണ്ടായതെന്നറിയുമോ? അതിർത്തി കാക്കുന്ന ജവാന്റെ ജാഗ്രതയോടുകൂടി ഈ ജില്ല ഇങ്ങനെയായി കിട്ടാൻ വേണ്ടി ഒരു കൊടിയും ഒരു പാർട്ടിയും ഈ ജില്ലക്ക് കാവലിരുന്നിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കതിൽ പങ്കില്ല, നിങ്ങളുടെ മേലാളന്മാർക്കും അതിൽ പങ്കില്ല. ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടർ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങളും നാടും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാണ് ഈ ജാഥ പോയിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നത്? മലപ്പുറത്തെ നാട്ടുകാരവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ പിറകെ കൂടിയ നിങ്ങളും നാട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 1937 കൂട്ടുകാരെ നമ്മുടെ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സ്ഥാപിക്കുന്നത്. 1937 നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന സലാം സാഹിബും വേദിയിൽ വന്നു ചേർന്നിട്ടുണ്ട്. 1937 കേരള സർവകലാശാല സ്ഥാപിക്കുകയാണ്. 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. കേരള സർവകലാശാല സ്ഥാപിച്ച് 32 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടിയത്. വെറുതെയുണ്ടായതല്ല. ബാഫയ്ക്ക് തങ്ങളുടെ കൈ പിടിച്ച് ഈ നാട്ടിലെ പ്രമാണിമാരുടെ പടിപ്പുറവാതിൽ കയറി ചെന്ന് മഹാനായ സിയച്ചും ബാപ്പയ്ക്ക് തങ്ങളും എരന്നു വാങ്ങിയതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി. അവിടെ സ്ഥാപനങ്ങൾ കൊടുത്താൽ മാത്രം പോരായിരുന്നു, പഠിക്കുന്ന സാഹചര്യവും ഉണ്ടാവണം. LP സ്കൂൾ കൊടുത്താൽ പോരാ, ഓത്തുപള്ളിയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകണം. നിങ്ങളറിയുമോ, മലപ്പുറം ജില്ല 1969 ജൂൺ മാസം 16-ാം തീയതി രൂപീകരിക്കപ്പെടുമ്പോ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഇന്നറിയുമോ നിങ്ങൾക്ക്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൈമറി സ്കൂളുകൾ മലപ്പുറം ജില്ലയിലാണ്. അത് കഴിഞ്ഞില്ലേ 2004 ഈ മലപ്പുറത്ത് വെച്ചൊരു പ്രഖ്യാപനം നടന്നു. ആ പ്രഖ്യാപനം എന്തെന്നറിയുമോ? എന്റെ മുമ്പിലിരിക്കുന്നവർക്കറിയാം. എന്നാണ് മലയാളി എഴുതി കൂട്ടി വായിക്കാനും ചേർത്ത് വായിക്കാനും പഠിച്ചതെന്ന്, എന്നാണ് നമ്മുടെ മക്കളെ നമ്മുടെ നാട്ടുകാരായ അധ്യാപകർ പഠിപ്പിക്കാൻ തുടങ്ങിയതെന്ന്, എന്നാണ് നമ്മൾ രോഗികളായിട്ട് ചെന്നപ്പോൾ നമ്മുടെ നാട്ടുകാരനായ ഒരു ഡോക്ടർ നമ്മളെ പരിശോധിക്കാൻ തുടങ്ങിയതെന്ന്, എന്നാണ് നിങ്ങൾക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു വക്കീലും ഒരു നിയമപാലകനും നിയമ ബിരുദധാരിയും ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ നാട്ടിൽ 2004 അന്നത്തെ രാഷ്ട്രപതി ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്തെന്നറിയുമോ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല മലപ്പുറം ജില്ലയാണെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. ഇന്നോളം അതിന്റെ ആ രാഷ്ട്രീയത്തെ, അതിന്റെ ശക്തിയെ ആരും വകവെച്ചു കൊണ്ടുപോയിട്ടില്ല, ആരും തകർത്തിട്ടില്ല. നിങ്ങൾ അറിയുമോ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണുമായി ഇന്നും ആൾക്കാരും ദിനേന 100 കണക്കിന് ആളുകൾ വിമാനമിറങ്ങുന്ന എയർപോർട്ട് ചിക്കാഗോയല്ല, വാഷിംഗ്ടൺ അല്ല, ജാപ്പാനല്ല, കുമ്മണിപ്പറമ്പിലെ കരിപ്പൂർ എയർപോർട്ടാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണുമായിട്ട് വിമാനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിന്റെ വികാസമാണ്, നാട്ടിന്റെ വികസനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറമെല്ലാം നേടിയെന്നും ഇനിയൊന്നും നേടാൻ ബാക്കിയില്ല എന്നുമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ഒരു സീറോവിൽ തുടങ്ങുന്നതാണ്. അവിടെ 37 യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. എവിടെ? തിരുവനന്തപുരത്ത് കേരള സർവകലാശാല. ഇവിടെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഓത്തുപള്ളിയിലാണ് നമ്മൾ. ദീനിയാത്തും അമലിയാത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോഴാണ് അവിടെ സർവകലാശാല സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്കോഡിഗാമ വന്നത് കേട്ടിട്ടില്ലേ? വാസ്കോഡിഗാമയോട് പൊരുതാൻ പോയി, പറങ്കിപ്പടയുടെ നായകനോട്. അത് കഴിഞ്ഞതിന് ശേഷം വന്നതാരാന്നറിയുമോ? ബ്രിട്ടീഷുകാരോട് പൊരുതാൻ വേണ്ടി പോയി. അവരോടും പൊരുതി. പഠിക്കണമെന്ന ചിന്തയുണ്ടായിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്ദ്രികയിലിരുന്ന് ലേഖനം എഴുതിയ ഞങ്ങളുടെ മഹാനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ്, ആ CH മുഹമ്മദ് കോയ സാഹിബ് ലേഖനം എഴുതി പഠിപ്പിന്റെ വിദ്യാഭ്യാസത്തിന്റെ നിറമുറ്റത്തേക്ക് ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്നു.
വൈകുന്നേരം മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ എപ്പോഴാണോ സുബ്ഹിന്റെ ബാങ്ക് വിളിക്കുന്നത് ആ നേരം വരെ മൈതാനത്ത് പോയി CH പ്രസംഗിച്ചത് ലീഗിന്റെ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകണം, നിങ്ങൾ അവിടെ പോയി ബിരുദമുള്ളവരായി മാറണം എന്ന് ഉദ്ഘോഷിക്കാനായിരുന്നു മഹാനായ CH പ്രസംഗിച്ചത്. ഞാൻ നേതാക്കൾ ഒരുപാട് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്, കൂടുതൽ നിങ്ങളോട് സംസാരിക്കുകയല്ല. 1969 ജൂൺ മാസം 16-ാം തീയതി മലപ്പുറം ജില്ലയിൽ നമുക്ക് കിട്ടുകയാണ്. എങ്ങനെ ജില്ല കിട്ടേണ്ടതെന്നറിയുമോ? എല്ലാ കുത്തും സഹിച്ച്, എല്ലാ പരിഹാസ്യവും സഹിച്ച്, ഇവന്റെ മാതിരിയുള്ള പ്രകടനങ്ങൾ ഉണ്ടല്ലോ, ജില്ല എന്ത് നേടി എന്ന് ചോദിച്ചിട്ടുള്ള പ്രകടനം, അതിനേക്കാളേറെ ഊക്കും പമ്പും കാട്ടിയിട്ടുള്ള പ്രകടനങ്ങളാണ് ജില്ലക്ക് തടസ്സം നിൽക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പൽ വരുമെന്ന് പറഞ്ഞു, ഇവിടെ പാകിസ്ഥാന്റെ ചാരന്മാര് വരുമെന്ന് പറഞ്ഞു. താനൂർ കടപ്പുറത്ത് പാകിസ്ഥാന്റെ ചാരക്കപ്പൽ വരുമ്പോൾ അത് തടുക്കാൻ നിന്റെ ഇന്ത്യൻ പട്ടാളത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ പട്ടാളത്തെ പിരിച്ചുവിട്ടേക്ക്, ഞങ്ങൾക്ക് ജില്ല വേണമെന്ന് CH താനൂരിൽ പോയി പ്രസംഗിച്ചു. അങ്ങനെയാണ് മലപ്പുറം ജില്ല ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായതിനു ശേഷം നിങ്ങൾ അറിയുമോ, ഇവിടെ ഒരു സംവിധാനം വേണം. നമ്മുടെ മക്കൾ പഠിക്കണം, അവർ SSLC-ക്കാരാകണം. ഞാൻ ചോദിക്കട്ടെ, ജാഥയും കൊണ്ട് പോയില്ലേ? ജില്ലയുടെ അഷ്ടദിക്കുകളിൽ എവിടെയെങ്കിലും വൈദ്യുതീകരിക്കാത്ത ഒരു കുഗ്രാമം കണ്ടോ നിങ്ങൾ? യാത്രാ സൗകര്യമില്ലാത്ത ഏതെങ്കിലും ഊര് കണ്ടോ നിങ്ങൾ? ഏതെങ്കിലും റോഡ്, മെയിൻ റോഡുകൾ റബ്ബറൈസ് ചെയ്യാതെ വൃത്തികേടായി കിടക്കുന്ന ഒരു റോഡ് കണ്ടോ നിങ്ങൾ? എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? എനിക്കറിയാം എന്നാണ് മലപ്പുറത്ത് വൈദ്യുതി വരുന്നതെന്ന്, എന്നാണ് മലപ്പുറത്ത് വൈദ്യുതിയുടെ അലേജൻ ബൾബിന്റെ പ്രകാശമുണ്ടാകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അപ്പുറത്തുകാരൻ വിദ്യാഭ്യാസത്തിന്റെ ഗോപുരം ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അപ്പുറത്തുള്ള ആളുകൾ വനിതാ കോളേജ് സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കാര്യങ്ങൾ നേടിയിരുന്നില്ല. നമ്മൾ ഒരിക്കലും അപ്പുറത്തേക്ക് എത്തുക പോലും ചെയ്യുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അറിയണം, എതിരാളികൾ എണ്ണി തിട്ടപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പൂർവികന്മാരുടെ ഒരു തലമുറ മരിച്ചു പോയത് എങ്ങനെയെന്നറിയുമോ നിങ്ങൾ? ആ പൂർവികന്മാർ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാതെ സ്വന്തം കൈപ്പിടർത്തി ഒപ്പിട്ടുകൊണ്ടാണ് അവർ മരിച്ചു പോയത്. ആ നാട്ടിലെ പൂർവികന്മാരുടെ മുമ്പിൽ ഒരു വലിയ ചിത്രമുണ്ട്. ആ ചിത്രം എന്തെന്നറിയുമോ? 5 യൂണിവേഴ്സിറ്റികൾ മലപ്പുറം ജില്ലയിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ്, ഇഫ്ലുവിന്റെ ഓഫ് ക്യാമ്പസ്, മലയാളം സർവകലാശാല, തവന്നൂരിലെ കാർഷിക സർവകലാശാല, ഉടനെ ഇവിടെ വരാൻ പോകുന്ന കോട്ടക്കലിലെ ആയുർവേദ സർവകലാശാല, അതും കൂടി വന്നാൽ 6 സർവകലാശാലകൾ മലപ്പുറം ജില്ലയിലുണ്ട്. സർവകലാശാലകളുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. ഇനിയും സർവകലാശാലകൾ വരാനുള്ള സാധ്യതകളും മലപ്പുറം ജില്ലയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മെഡിക്കൽ കോളേജ്, MES-ന്റെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് അടുത്ത കാലത്താണ് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. ആയുർവേദ മെഡിക്കൽ കോളേജ്, കോട്ടക്കലിൽ ആയുർവേദ മെഡിക്കൽ കോളേജാണ് അവിടെ സ്ഥാപിക്കമായിരിക്കുന്നത്. 6 എഞ്ചിനീയറിംഗ് കോളേജുകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായി 6 എഞ്ചിനീയറിംഗ് കോളേജുകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുകയാണ്. ഏറനാട് നോളജ് സിറ്റി ടെക്നിക്കൽ ക്യാമ്പസ് മലപ്പുറം ജില്ലക്കകത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഹിനൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മലപ്പുറം ജില്ലക്കകത്താണ്. MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം, MEA പട്ടിക്കാട്ട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഓരത്ത് ചേർന്നതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെ ആത്മീയമായി സമുദ്രീകരിച്ച ഈ രാജ്യത്തെ അജ്ഞതയുറ്റ കേരളത്തിൽ വിജ്ഞാനത്തിന്റെ വെള്ളിപ്പുറ വീശിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന ഒരു കോളേജ്, ആ കോളേജുണ്ട് MEA എഞ്ചിനീയറിംഗ് കോളേജ് പട്ടിക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മലപ്പുറം ജില്ലക്കകത്താണ്. ദേവകിയമ്മ കോളേജ് മലപ്പുറം ജില്ലക്കകത്താണ്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജാണ്. SSM പോളിടെക്നിക്, ഞങ്ങളുടെ വന്ദനായ നേതാവ് സീതി സാഹിബിന്റെ പേരിൽ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് സെന്റർ വേങ്ങരയിൽ തിരൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിലും ചേളാരിയിലും കോട്ടക്കലിലും ഓരോ പോളിടെക്നിക്കുകൾ സർക്കാർ പോളിടെക്നിക്കുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ചേളാരിയിൽ പോയാൽ സർക്കാർ പോളിടെക്നിക്ക് നിങ്ങൾക്ക് കാണാം, പെരിന്തൽമണ്ണയിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോളേജുകൾ ഞാൻ പറഞ്ഞല്ലോ, 1969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുമ്പോ മലപ്പുറം ജില്ലയിൽ ഒരു കോളേജാണ് ഉണ്ടായിരുന്നത്. അത് PSMO കോളേജാണ്. എയ്ഡഡ് മേഖലയിൽ ഒരു കോളേജ്. 68ലാണ് PSMO കോളേജ് വരുന്നത്. മലപ്പുറം ജില്ല ഒരു കോളേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയുമോ, അൺഎയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലുമായി 120 കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി IHRD കോളേജുകൾ 4 എണ്ണം ഉണ്ട്. IHRD കോളേജുകൾ 4 എണ്ണം, പ്രൊഫഷണൽ കോളേജുകൾ, അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിൽ എങ്ങനായിട്ട് കോളേജുകൾ
8 പ്രവർത്തിക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയായിട്ട് മനസ്സിലിരിക്കുന്നു. 3 ഡെന്റൽ കോളേജുകളും 3 നഴ്സിംഗ് കോളേജുകളും 3 ഫാർമസി കോളേജുകളും 40 പാരാമെഡിക്കൽ കോളേജുകളും ട്രെയിനിംഗ് കോളേജുകൾ 16 എണ്ണവും അറബിക് കോളേജുകൾ 17 എണ്ണവുമുണ്ട്. കാലിക്കറ്റ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുമ്പോ മുസ്ലിമിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥാപനം ഏതെന്നറിയുമോ? ഇന്നത്തെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിലുള്ള ഒരു LP സ്കൂൾ മാത്രമാണ് മുസൽമാൻ എന്ന് പറയാനുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ LP സ്കൂളിന്റെ എണ്ണം എത്രയെന്നറിയാം? മലപ്പുറം ജില്ലയിൽ 853 LP സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യൊപ്പില്ലാത്ത ഒരു LP സ്കൂൾ പോലും മലപ്പുറം ജില്ലയിലില്ല എന്ന അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. അത് ഏതൊക്കെ മേഖലകൾ ഞാൻ പറയുന്നില്ല. എയ്ഡഡ്, അൺഎയ്ഡഡ്, സർക്കാർ മേഖലകളിലായി 853 മെഡിക്കൽ LP സ്കൂളുകൾ, അതുപോലെ തന്നെ അപ്പർ പ്രൈമറി സ്കൂളുകൾ 363 അപ്പർ UP സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. ഹൈസ്കൂളുകൾ 278. നമ്മളൊന്ന് SSLC ആയി കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇന്ന് എത്ര? ഏകദേശം 278ഓളം ഹൈസ്കൂളുകൾ മലപ്പുറം ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ സാക്ഷരത, മുസ്ലിങ്ങളുടെ സാക്ഷരത കണക്ക് എത്ര അറിയുന്നത്? 98.31% മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 2004 ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ലയായിട്ട് മലപ്പുറത്തെ പ്രഖ്യാപിക്കുന്ന രംഗം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഇതൊക്കെ നിൽക്കുന്നു ഇവിടെ, ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു. പക്ഷേ 66% മുസ്ലിങ്ങളാണ് മലപ്പുറം ജില്ലക്കകത്തുള്ളത്. 66%. അങ്ങനെ ഒരു ജില്ലയല്ല ഇന്ത്യയിലുള്ളത്, ഒരുപാട് ജില്ലകളുണ്ട്. ഞാൻ ആ ജില്ലയിൽ എനിക്ക് കിട്ടിയ ജില്ലകളുടെ ഒരു പേര് തന്നെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഹൈദരാബാദ് മുസ്ലിങ്ങൾ ഹൈദരാബാദ് പട്ടണത്തിൽ മാത്രമുണ്ട്. ചെറിയ കാര്യമല്ല. 66% മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. 74% മുസ്ലിങ്ങളുള്ള ഒരു ജില്ല ബീഹാറിലുണ്ട്. ദുബിരി എന്നാണ് ആ ജില്ലയുടെ പേര്. ദുബിരി എന്ന ജില്ലയുടെ പേര്. കൂട്ടുകാരെ, കൊച്ചനുജന്മാരെ, നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണില്ലേ? അതിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്യ്. ആ ഗൂഗിളിൽ നിങ്ങൾ ദുബിരി ജില്ലയുടെ വിദ്യാഭ്യാസ അവസ്ഥ പഠിക്ക്. ഒരു സർക്കാർ കോളേജ് മാത്രമാണ് 74% മുസ്ലിങ്ങളുള്ള ബീഹാറിലെ ദുബിരി ജില്ലയിലുള്ളത്. ഇവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യവും പഠിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. കിഷൻഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു ജില്ലയുണ്ട്. 68% അവിടുത്തെ മുസ്ലിങ്ങളുടെ ശതമാനം എന്ന് പറയുന്നത്. രാംപൂർ ജില്ല 53% മുസ്ലിങ്ങൾ. നാഗോൺ അസാമിലെ ഒരു ജില്ലയാണ്. 55% മുസ്ലിങ്ങൾ അവിടെയുള്ളത്. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ അറിയില്ല നിങ്ങൾക്ക്? 35 കൊല്ലകാലം കമ്മ്യൂണിസത്തിന് മാത്രം വോട്ട് ചെയ്ത പശ്ചിമ ബംഗാൾ, അവിടെയുണ്ട് ഒരു ജില്ല മുർഷിദാബാദ്. 68%. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ ശതമാനം 66. മുർഷിദാബാദിലെ മുസ്ലിങ്ങളുടെ ശതമാനം 68% മുസ്ലിങ്ങൾ മുർഷിദാബാദിലുണ്ട്. 32% ആൾക്കാർക്കും പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യമില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയുമോ? രാവിലെ പ്രാഥമിക കക്കൂസിൽ പോകാൻ ഇടമില്ലെന്ന് നാളെ നേരം പുലരുമ്പോ വേങ്ങര ബസ് സ്റ്റാൻഡിന്റെ ഈ സ്റ്റേജിന്റെ പിറകിൽ ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഇതിന്റെ പിറകിൽ ഇവിടെ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റായി മാറി. ഒരു കാര്യം, പ്രാഥമിക സൗകര്യം നിർവഹിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു കുഗ്രാമം പോലും മലപ്പുറം ജില്ലയിലില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞു മലപ്പുറം ജില്ലയിലേക്ക് തന്നെ വരാം. 70 പാർലമെന്റ് മെമ്പർമാരെ ജയിപ്പിക്കാൻ ഇന്ത്യയിലെ മുസൽമാന് ശക്തിയുണ്ട്. എത്ര പേരെ ജയിപ്പിച്ചു? ആയിരക്കണക്കിന് MLA-മാരെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കാനുള്ള ശക്തിയുണ്ട്. എത്ര പേരെ പറഞ്ഞയച്ചു? എന്നാൽ മലപ്പുറം ജില്ലയിലെ MP-മാർ, മലപ്പുറം ജില്ലയിലെ MP-മാർ എന്ന് പറയുന്നത് 100% മുസ്ലിങ്ങളാണ്. MLA-മാർ 85% മുസ്ലിങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ 76% മുസ്ലിങ്ങളാണ്. പഞ്ചായത്ത് മെമ്പർമാർ 79.8% മുസ്ലിങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ 76% മുസ്ലിങ്ങളാണ്. ഇതാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്, ഇതാണ് മുന്നേറ്റം എന്ന് പറയുന്നത്. 20 കൊല്ലം കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക് ജയിക്കുമെന്നല്ല അണികളോട് പറയേണ്ടത്. 20 MLA-മാരുമാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നെറുകയെ പണിയാക്കുന്ന ലീഗിന്റെ കൊടി പിടിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു തരുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാനുള്ള ആർജവമാണ്. ഒരുപാട് കുറവുകൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ശൂന്യതയിൽ നിന്നാണ്, ഒരു വലിയ ശൂന്യതയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് മാത്രമാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത്. അടിസ്ഥാന സൗകര്യം
ഡൽഹി ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഡൽഹി 1000 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച രാജ്യമാണ്. ആ ഡൽഹിയിലെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടേണ്ടതുണ്ട്. ഇനിയും കുപ്പായം ധരിക്കാത്ത നിരവധി ബാലന്മാരെ, ലക്ഷക്കണക്കിന് ബാലന്മാർ അവിടെയുണ്ട്. ഒരു ട്രൗസറിൽ ഒരുപാട് കാലം ജീവിക്കുന്ന നിങ്ങൾക്ക് ആ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വീടുകളില്ല, പലരും താമസിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം. എന്നാൽ 98% ഫാമിലിക്കും അഭയസ്ഥാനമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 90% ആളുകൾക്കും സ്വന്തമായി വീടും ഭൂമിയുമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 100% ഇലക്ട്രിസിറ്റിയുള്ള മലപ്പുറം ജില്ല. 100% ഗതാഗത, ഒന്നുകിൽ ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു കാറ്. 62%